ഹായ് ഓൾ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. നിഷ സാർ നിങ്ങളുടെ മുമ്പിൽ ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ വർഷം ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി, പുതിയ സിലബസ് ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എങ്ങനെ തോന്നുന്നു? കണ്ടിട്ട് വിഷമമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്കത് ഈസി ആക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ലെസന്റെ ഒരു ഫസ്റ്റ് മൊഡ്യൂളിന്റെ തീം എന്ന് പറയുന്നത് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നുള്ളതാണ്. സോ ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് പരീക്ഷണങ്ങളും വിജയങ്ങളും എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ മൊഡ്യൂൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ ചാപ്റ്റർ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പൊ ആ ഷോർട്ട് സ്റ്റോറിയിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത്. സോ സ്റ്റോറിയുടെ പേര് A very old man with enormous wings. A very old man with enormous wings, written by Gabriel Garcia Marquez. Okay, Colombian writer ആയ ഗബ്രിയേൽ ഹാർസിയ മാർക്വസിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. A very old man with enormous wings. So first of all we can discuss about Gabriel Garcia Marquez. Gabriel Garcia Marquez is a Colombian writer. So he is a Colombian writer. We need to understand about him first. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ റൈറ്റിങ്ങുകൾ ഒന്നാണിത്. ഈസ് എ കൊളംബിയൻ നോവലിസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഓഫ് 20th century. And he is the greatest writer of 20th century. And he won Nobel Prize for Literature in 1982. So Gabriel Garcia Marquez, he is a Colombian novelist and he is one of the greatest writer of 20th century, and he won Nobel Prize for Literature in 1982. And his most famous book is 100 Years of Solitude. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ ബുക്കാണ് 100 Years of Solitude. ഏകാന്തതയുടെ 100 വർഷങ്ങൾ. അതിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഫേമസ് ആയ മറ്റൊരു നോവലാണ് ലവ് അറ്റ് ദ ടൈം ഓഫ് കോളറ. Okay, but this is about the Colombian writer Gabriel Garcia Marquez. Now we are going to discuss about the story, and this is a unique story. So it is a unique story, and that blends reality and fantasy. Okay, this story is blend with reality and ഫാൻറ്റസി. ഇത് രണ്ട് കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മിക്സ് ചെയ്യുക. മിക്സഡ് വിത്ത് ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. നമുക്കറിയാം ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ഒരു ഇമാജിനേഷൻ വേൾഡ് ആണ്, ഇമാജിനേറ്റീവ് വേൾഡ് ആണ്. അപ്പോൾ ആ ഒരു ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയുള്ളൊരു സംഭവമാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ പ്രസന്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം റിയാലിറ്റിയും കൂടെ ഇതുണ്ട്. അതുപോലെ തന്നെ ദി സ്റ്റോറീസ് റിഫ്ലക്റ്റ് ഓൺ ഹ്യൂമൻ നേച്ചർ, ഫെയ്ത്ത് ആൻഡ് ക്രൂവൽറ്റി. ഈ സ്റ്റോറി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന 3 തീമുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഹ്യൂമൻ നേച്ചർ, മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയാണ്. പിന്നെ ദെയർ ഫെയ്ത്ത്, അവരുടെ വിശ്വാസം. ദെൻ ദെയർ ക്രൂവൽറ്റി, അവരുടെ ക്രൂരത. ആൻഡ് ദി സ്റ്റോറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മാജിക്കൽ റിയലിസം. ദി സ്റ്റോറി ഈസ് എ മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ എന്താ? ദ മാജിക്കൽ ഒക്യൂഴ്സ് ഇൻ ആൻ ഓർഡിനറി ലൈഫ്. മാജിക് ഒക്യൂഴ്സ് ഇൻ ആൻ ഓർഡിനറി സെറ്റിങ്സ്. അങ്ങനെ അതായത് നമ്മുടെ ഒരു റിയൽ ലൈഫിൽ ഒരു മാജിക് ഒക്യൂറി ചെയ്യുന്ന രീതിയിലുള്ള പ്രസന്റേഷനെ, റൈറ്റിങ്സ് ഉള്ള ഷോർട്ട് സ്റ്റോറീസിനെ, നോവൽസിനെ വിളിക്കുന്ന പേരാണ് മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഷോർട്ട് സ്റ്റോറീസിനെയാണ് ഇത് നമുക്ക് പഠിക്കാനുള്ള ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഇൻട്രഡക്ഷൻ പാർട്ട്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. And now we are going to discuss about the main characters in it. Okay, who are the main characters? So the first main character is Pelayo. So Pelayo is an ordinary old man. So ordinary man, so living with his wife, and he is the person discovered the old man. Okay, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ ഒരു പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ആണ്. അപ്പോൾ ആ ഒരു മെയിൻ ക്യാരക്ടർ ആണ് പെലായോ. ഇനി നെക്സ്റ്റ് എലിസന്റെ ആണ്. എലിസൻഡ പെലായോയുടെ വൈഫാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ഫാദർ ഗോൺസാഗ. ഫാദർ ഗോൺസാഗ ആ വില്ലേജിലെ പ്രീസ്റ്റ് ആണ്. സോ ആ വില്ലേജിലെ പ്രീസ്റ്റ് ആണ്, ആ ഒരു സ്ഥലത്തെ അച്ഛനാണ്, പള്ളിയിലെ അച്ഛനാണ്. ആൻഡ് നമുക്കറിയാം വികാരി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു കമാൻഡിങ് പവർ ഉണ്ട്. അത് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ മെയിൻ കഥാപാത്രമാണ് ദ ഓൾഡ് മാൻ. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് വിങ്സ് ഉണ്ട്.
അദ്ദേഹത്തിന് വിങ്സ് ഉണ്ട്. അപ്പോൾ ആ വിങ്സ് ഉള്ള നമ്മുടെ ഒരു ഫാൻറ്റസി കഥാപാത്രമാണ് ഇതിലൊരു മാജിക് എന്ന് പറയുന്ന ഒക്കിയർ ചെയ്യുന്നത് മുഴുവൻ ആ ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിലെ അടുത്തൊരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ദ നെയ്ബർ വുമൺ. ദ നെയ്ബർ വുമൺ എന്ന് പറയുന്നത് പെലായോയുടെയും എലിസൻഡയുടെയും നെയ്ബറാണ്. ദെൻ ദ സ്പൈഡർ വുമൺ, ഇതിലെ വേറൊരു ഫാൻറ്റസി കഥാപാത്രമാണ് ദ സ്പൈഡർ വുമൺ എന്ന് പറയുന്നത്. സ്പൈഡർ വുമൺ എന്ന് പറയുന്നത് എനോർമസ് സ്പൈഡർ ആണ്. ഹെഡ് എന്ന് പറയുന്ന മനുഷ്യൻ്റെയും ശരീരം ഒരു സ്പൈഡറിൻ്റെയും പോലെയുള്ള ആളെയാണ് വിളിക്കുന്നത്. അത് ഒരു ഫാൻറ്റസി കഥാപാത്രമാണ്. സോ ദീസ് ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ എലിസൻഡയുടെയും പെലായോയുടെയും ചൈൽഡ്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിനി സ്റ്റോറിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സമ്മറി ആയിട്ടാണ് സ്റ്റോറി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും നമ്മൾ സമ്മറിയിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് കം. So the summary, we are going to discuss about the summary. So at the beginning of the story, the narrator describes the weather and acts of two major characters. അപ്പോൾ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ പറ്റും. So the story begins with the വെതർ കണ്ടീഷൻ. സോ നല്ല മഴയുള്ള ഒരു സമയത്താണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു വെതറും എന്ന് പറയുന്നത് അതിലൊരു മെയിൻ കഥാപാത്രത്തെ പോലെയാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് ഇതിൽ അവതരിപ്പിക്കുന്നത്. In very first scene, we found both characters, Pelayo and his wife Elisenda, cleaning the crabs from their house. അപ്പോൾ ഇതിലെ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എലിസൻ്റെയും പെലായോ, അത് മഴയുടെ ശേഷം കടൽ തീരത്താണ് ഇവരുടെ വീടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മഴയ്ക്ക് ശേഷം കടലിൽ നിന്ന് കുറേയധികം ഞണ്ടുകൾ കയറി ഇവരുടെ വീടിനകത്തും ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ ക്ലീൻ ചെയ്യുന്നതിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. After 3 days of rainfall, their house was full of crabs which caused a horrible smell in the entire house. അപ്പോൾ ഇത് ഉള്ളിൽ കയറിയത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഭയങ്കര ബാഡ് സ്മെല്ലാണ്. ആ ബാഡ് സ്മെല്ല് കാരണം ഇവർ വീട് മുഴുവൻ വൃത്തിയാക്കാൻ തുടങ്ങുകയാണ്. ഇവരിതിൽ വൃത്തിയാക്കാൻ വേറൊരു കാരണം കൊണ്ടുണ്ട്. They thought that due to the stench, their newborn baby suffered from the fever. അപ്പോൾ അവർക്ക് ഒരു ചെറിയ കുട്ടിയുണ്ട്, ജനിച്ചിട്ട് അധികം കാലമായിട്ടില്ല, ന്യൂ ബോൺ ആണ്. അപ്പോൾ ആ കുട്ടിക്ക് അസുഖമാണ്, പനിയാണ്. അപ്പോൾ ഈ പനി പിടിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഈ ക്രാബ്സിൻ്റെ ബാഡ് സ്മെല്ല് കാരണമാണെന്നുള്ള ചിന്ത കൊണ്ട് അവർ മഴയൊന്ന് ശമിച്ച കഴിഞ്ഞപ്പം ഇത് ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്യാട്ട് ഇവർ ഈ കടലിലേക്ക് തന്നെ ഇതിനെ തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. After throwing crabs into the sea, when Pelayo turned, he saw a very old man, weak man with wings laying face down in the mud within his courtyard. അപ്പോൾ ഇതിനെ ക്ലീൻ ചെയ്തു. എലിസൻ്റെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി ക്രാബ്സുമായിട്ട് ഇതിനെ കടയാൻ വേണ്ടിയിട്ട്. പെലായോ കടലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോർട്ട്യാർഡിൽ ഒരു സാധനം കിടക്കുന്നു. എന്താ അത്? ഇതേ കിടക്കുന്ന ഒരു സാധനം. അതെന്തായിരുന്നു? സോ ഇസ് എ ഓൾഡ് മാൻ, ഒരു വെരി ഓൾഡ് മാൻ ഇങ്ങനെ കമന്ന് കിടക്കുകയാണ് മഡിൽ. ആൻഡ് പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ എന്തുണ്ട്? അതിനൊരു വിങ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെരി വീക്ക്, ഭയങ്കര വീക്കാണ്. He became quite frightened and started to see that the old man. ഓക്കെ, പെട്ടെന്ന് നമുക്കറിയാം, നമുക്കിപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുറ്റത്ത് ഒരാൾ കിടക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഞെട്ടും. അപ്പോൾ ഈ പെലായോ ഒന്ന് ഞെട്ടി. അതിന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു ചിറകുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ക്രീച്ചറാണ്. അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പെലായോക്ക് became frightened. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നെക്സ്റ്റ് ഓടിയിട്ടുണ്ടാവും. ഡിയെ എവിടെ ഒരു ഇത് കിടപ്പുണ്ട്, ഓടി വന്ന് പറഞ്ഞ് വൈഫിനെ വിളിക്കാൻ പോയിട്ടുണ്ടാവും. സോ ദ ഓൾഡ് മാൻ വാസ് അണേബിൾ ടു ഗെറ്റ് അപ്പ് പ്രോപ്പർലി, അതിന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എ ബിറ്റ് ലേറ്റർ പെലായോ ഹറിഡ്ലി വെന്റ് ടു ഹിസ് വൈഫ് ആൻഡ് ഇൻഫോംഡ് ഹർ അബൌട്ട് ദ ഓൾഡ് മാൻ. അങ്ങനെ പോയിട്ട് എലിസൻഡനെ വിളിച്ചു. എലിസൻഡോട് പറഞ്ഞു, ഇത് എവിടെ ഇങ്ങനെ സാധനം കിടപ്പുണ്ട്, നീ എത്രയും പെട്ടെന്ന് കാണാൻ പറഞ്ഞു. ബോത്ത് എക്സാമിൻ ദ ഓൾഡ് മാൻ ഷോക്കിംഗ്ലി. അപ്പോൾ അവർ ആദ്യം ഇതിനെ എക്സാമിൻ ചെയ്യുന്നത് ഷോക്കിംഗ്ലി ആണ്. ഓക്കെ, പേടിച്ചാരണ്ട് ഇങ്ങനെ ഇപ്പോൾ തൊട്ട് നോക്കിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെ അകലേന്ന് തൊട്ട് നോക്കുകയാണ്. ദ ഓൾഡ് മാൻ സീംഡ് വെരി ഡേർട്ടി വിത്ത് ഹിസ് റാക്ഡ് ക്ലോത്ത്സ്. ഇനി ജസ്റ്റ് അപ്പിയറൻസിൽ തന്നെ ഭയങ്കര ഡേർട്ടിയാണ്. കാരണം എന്താ കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ചെളിയുണ്ട്. പിന്നെ ഒരു റാക്ഡ് ക്ലോത്ത്സ് ആണ്. റാക്ഡ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ ചണച്ചാക്ക് പോലെയുള്ള ഇതുകൊണ്ടുണ്ടാക്കിയതാണ്. അതായത് നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ ചപ്പും ചവറും പറക്കി നടന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ധരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലോത്ത് ആണുള്ളത്. ഓക്കെ, റാക്ഡ് ക്ലോത്ത്സ്. They stared at him and his enormous wings. ഇനി അവരുടെ ഒരു സർപ്രൈസ് എന്ന് പറയുന്നതിൽ മെയിൻ കാരണം എന്താ?
സോ ദ എനോർമസ് വിങ്സ് ആണ്. ഓക്കെ, ഓൾഡ് മാന് എന്തുണ്ട്? ഒരു എനോർമസ് വിങ്സ് ഉണ്ട്. അപ്പം ഇത് അവർ പേടിച്ചരണ്ട് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. They found him in a very pitiable condition with a few faded hairs left on his bald skull, very few teeth in his mouth. ഇനി അതൊന്ന് ജസ്റ്റ് നോക്കുവാണെങ്കിൽ എന്താണ് പ്രത്യേകത? സോ പിറ്റിയബിൾ കണ്ടീഷൻ ആണ്, വെരി പിറ്റിയബിൾ കണ്ടീഷൻ ആണ്. ആൻഡ് വെരി ഫ്യൂ ഹെയർസ്, ബാൾഡ് അതായത് കഷണ്ടി തലയാണ്, ഒരു മൊട്ടത്തലയാണ്, അതിൽ കുറച്ച് മുടി മാത്രം ബാക്കിയുണ്ട്. ആൻഡ് എ വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്, ഇനി പ്രായ ആളാണ്, കുറച്ച് പല്ല് മാത്രമേ ഉള്ളൂ. ഹിസ് ഹ്യൂജ് വിങ്സ് വേർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. ഇനി അടുത്ത് എന്താ? അതിന്റെ ഹ്യൂജ് വിങ്സ് അത് മണ്ണിൽ പൊതഞ്ഞു കിടക്കുകയാണ്. സൂൺ ദേ ഓവർകം ദ സർപ്രൈസ്. അങ്ങനെ കുറേ നേരം ഇതിനെ കണ്ട് ഇതിന് അനക്കമില്ല. നമ്മളൊന്ന് അകലേന്ന് നോക്കി, പിന്നെ അടുത്ത് വന്ന് നോക്കി, പിന്നെ തൊട്ട് നോക്കി, ഇല്ലേ? അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള പേടി മാറും. അങ്ങനെ പേടി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ both tried to speak him, but the old man was answered in an incomprehensible dialect with a strong sailor's voice. അപ്പം ഇവരോട് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പം അവർ ആ ലാംഗ്വേജ്, ഈ ഓൾഡ് മാൻ സംസാരിക്കുന്ന, ഈ വിങ്സ് ഉള്ള ഓൾഡ് മാൻ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവർ പറയുന്നത് അങ്ങോട്ടും മനസ്സിലാകുന്നില്ല, ഇങ്ങോട്ടും മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലാണ്. ഓക്കെ, ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വോയിസ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സെയിലറുടെ, അതായത് കടലിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു സെയിലറുടെ സ്ട്രോങ് വോയിസിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തി. കാരണം ഇവർക്ക് മനസ്സിലാകുന്നില്ല അയാൾ എന്താ പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. They concluded that the old man was cast away from the shipwreck. അപ്പം ഒരു ഷിപ്രക്ക് സംഭവിച്ച, കാസ്റ്റ് അവേ സംഭവിച്ച ആളാണ് ആര്? ദ ഓൾഡ് മാൻ എന്നൊരു ഒരു ഡിസ്കവറിയിലേക്ക് അവരെത്തുകയാണ്. ഓക്കെ, കാസ്റ്റ് അവേ സംഭവിച്ച നമുക്കറിയാം, ഷിപ്രക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ അപകടത്തിൽ വേറൊരു കരയിലേക്ക് അടുക്കുന്നതിനെയാണ് കാസ്റ്റ് അവേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കാസ്റ്റ് അവേ സംഭവിച്ച ഒരാളായിരിക്കാം ഇദ്ദേഹം എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ ഇനി അടുത്ത് എന്താ ചെയ്യുക? ഇങ്ങനെ സാധനം കിടപ്പുണ്ട്. നമ്മൾ വീട്ടുകാരെ നോക്കി, ഇനി നമ്മൾ അയലോക്കംകാരെ വിളിക്കും, അല്ലേ? എന്തോ എല്ലാവരും ഓടി വരണേ, ഇവിടെ ഒരു സംഭവം ഉണ്ട്. When they called the neighbor woman, she referred to the old man as an angel who came to for their child. അപ്പം നെയ്ബർ വുമനെ വിളിച്ചു. നെയ്ബർ വുമൺ വന്ന് കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ പണി വാളി, കാരണം ഇതൊരു ഏഞ്ചലാണ്. സോ ദ നെയ്ബർ വുമൺ ആണ് ആദ്യം ഇതിനെ ഒരു ഏഞ്ചൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഏഞ്ചൽ ഹു കെയിം ഫോർ ദെയർ ചൈൽഡ്. അപ്പോൾ കുട്ടിക്ക് പനി പിടിച്ച് കിടക്കുവാണല്ലോ, അപ്പോൾ ആ കുട്ടീനെ കൊണ്ടുപോകാൻ വന്ന ഒരു ഏഞ്ചൽ ആണ് എന്ന് ദ നെയ്ബർ വുമൺ പറഞ്ഞു. പിന്നെ കണ്ടിന്യൂസ് മഴയായിരുന്നു, ഇതിങ്ങനെ പറന്നു വന്നു കഴിഞ്ഞപ്പോൾ മഴയടിച്ച് ക്ഷീണിച്ച ഓൾഡ് മാൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്ന് വീണ് കിടക്കുന്നതെന്ന് ഒരു ഇൻവെൻഷൻ ഫ്രം ദ നെയ്ബർ വുമൺ അങ്ങനെ ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇവരുടെ പേടി കൂടി. Okay, the next day when everyone knew about the old man, Pelayo watched him all afternoon through his kitchen and decided to chain him up and keep him with the hens in the wire chicken coop. Okay, so the next day ഇതിനെക്കുറിച്ച് ആൾക്കാർ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാർ പല സ്ഥലത്തും വരാനൊക്കെ തുടങ്ങുന്ന സമയത്ത് പെലായോ ഇതിനെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു പേടിയുണ്ട്, കാരണം എന്താ? തൻ്റെ ചൈൽഡിനെ കൊണ്ടുപോകാൻ വന്ന ഒരാളാണെന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എവിടെയെങ്കിലും പൂട്ടിയിടണം. അപ്പോൾ ഇതിന് ചിറകുള്ള ജീവിയാണ്. പെലായുടെ വീട്ടിലാകപ്പെട്ട ചിറകുള്ള ജീവി എന്ന് പറയുന്നത് ഹെൻസ് ആണ്. അപ്പോൾ ഹെൻസിൻ്റെ കൂടെ, കോഴിയുടെ കൂടെ, കോഴിക്കൂട്ടിൽ ഇതിനെ ചെയിൻ ചെയ്ത് പൂട്ടിയിടും. They had a fear about their child. In the middle of the night when the rain stopped, their child woke up without fever and decided to eat. അപ്പോൾ കുട്ടീനെ കൊണ്ടുപോകുന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ പക്ഷെ ആ രാത്രിയിൽ കുട്ടിക്ക് പെട്ടെന്ന് സുഖം പ്രാപിച്ചു. അപ്പോൾ എന്നിട്ട് ആ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ ആ ഒരു കുട്ടി പെട്ടെന്ന് സുഖം പെട്ടതുകൊണ്ട് തന്നെ പെലായ്ക്കും എലിസിൻ്റെയും കൂടും ഈ ഒരു ഓൾഡ് മാനോട് ഒരു ഫേവർ എന്ന ഒരു ചിന്ത വരാൻ തുടങ്ങി. Both Pelayo and his wife Elisenda felt magnanimous and decided to send the old man out to sea on a raft with food and water for 3 days and leave him in his fate on high seas. Okay, അപ്പോൾ അവരൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം എടുത്തേ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഓൾഡ് മാനോടൊരു പാവം തോന്നിയിട്ട് അതിനെ ഒരു ചെറിയ തോണിയിൽ കയറ്റി ആവശ്യത്തിന് ഫുഡും വെള്ളവും കുറേ ദിവസത്തേക്ക് വേണ്ട ഫുഡും വെച്ച് ഇതിനെ ഇതിൽ കയറ്റി വിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഓക്കെ, അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇവർ രാത്രി കിടന്നുറങ്ങാനായിട്ട് തുടങ്ങിയത്. പക്ഷേ
രാത്രിയിൽ സംഭവിച്ച് രാവിലെ എഴുന്നേറ്റപ്പോൾ സംഭവിച്ചത് തികച്ചും വിപരീതമായ കാര്യങ്ങളായിരുന്നു. However, when they went out to their courtyard at the first light of the dawn, they saw a mass of people gathered around the chicken coop to see the angel. പക്ഷേ രാവിലെ എഴുന്നേറ്റ് അവർ മുറ്റത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ ഇവരുടെ വീടിന് മുമ്പിൽ കാവൽ നിൽക്കുന്നതാണ്. എന്തിനെ കാണാൻ വേണ്ടി? ഏഞ്ചലിനെ കാണാൻ വേണ്ടി. അപ്പം ആ റൂമർ ആ പ്രദേശം മുഴുവൻ സ്പ്രെഡായി. പെലായുടെ വീട്ടിൽ ആര് വന്നിരിക്കുന്നു? ഏഞ്ചൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ഏഞ്ചലിനെ കാണാനായിട്ട് പല പ്രദേശത്തു നിന്നും ആൾക്കാർ ഓടിക്കൂടി. അപ്പൊ ഇതിനെ പറഞ്ഞു വിടാന്നുള്ള തീരുമാനം മാറ്റേണ്ടതായിട്ട് വരികയാണ് അവർക്ക്. They started harassing the old man by treating him like a circus animal instead of a supernatural creature. അപ്പം ഇവര് ജനങ്ങൾ കാണാൻ വരാൻ തുടങ്ങിയിട്ട് പല ആൾക്കാരും പല രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. എല്ലാവരും ഇതിനെ വിളിച്ചു നോക്കി, ഇത് അനങ്ങുന്നില്ല, ഇതിങ്ങനെ കൂനിക്കൂടി ഇതിൻ്റെ അകത്തിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ ദേഷ്യം വരാൻ തുടങ്ങുന്നതിനനുസരിച്ച് ഇവർ കല്ല് പറക്കി എറിയാൻ തുടങ്ങി, കമ്പി കൊണ്ട് കുത്താൻ തുടങ്ങി. ഇത് അനങ്ങുന്നുണ്ടോയെന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരു സർക്കസ് ആനിമലിനെ പോലെ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും ഇനിയിപ്പം ചില അംഗവൈകല്യം സംഭവിച്ച ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിൻ്റെ ചിറക് ഇങ്ങനെ വളച്ച് അവരുടെ കയ്യിലും ഒടിഞ്ഞ കയ്യിലും ഒക്കെ അംഗവൈകല്യമുള്ള ഭാഗത്തൊക്കെ വെച്ച് നോക്കി സുഖപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജനങ്ങൾ പല രീതിയിലും ഇതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. The priest, the Father Gonzaga, was alarmed at the strange news and arrived before 7 in Pelayo's house. അങ്ങനെ അവിടുത്തെ വില്ലേജ് പ്രീസ്റ്റായ ഫാദർ ഗോൺസാഗോ അന്ന് രാവിലെ 7 മണിക്ക് തന്നെ പെലായുടെ വീട്ടിൽ വന്ന് ഇതെന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. കാരണം ഒരു ഒഫീഷ്യലി ഇതെന്താണെന്ന് ഡിക്ലെയർ ചെയ്യേണ്ടത് അവിടുത്തെ വികാരിയായ അച്ഛനാണ്. അപ്പോൾ ആ അച്ഛൻ വന്നിട്ട് ഇതെന്താണ് പറയാൻ പോകുന്നതാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. During the time, onlookers were making various hypotheses about the captive and old angel. പക്ഷേ അച്ഛൻ എന്താണ് ഫൈനലി പറയുന്നതിന് മുമ്പ് പല ഊഹാപോഹങ്ങളും ഹൈപ്പോത്തീസിസ് ഒക്കെ അവിടെ കൂടിയിരുന്ന ആൾക്കാർ പറയാൻ തുടങ്ങി. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും പറയും. അത് അങ്ങനെയായിരുന്നു, ഇത് ഇങ്ങനെയായിരുന്നു ഒക്കെ നമ്മൾ പറയും. ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. The simplest among the thought that he should be named the mayor of the world. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആൾക്കാർ പറഞ്ഞ ആദ്യത്തെ കാര്യം, എന്തായാലും ഇങ്ങനെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ വന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മേയറുടെ പേരിൽ വേണം ഈ ഓൾഡ് മാൻ അറിയപ്പെടേണ്ടത്. Other sterner minds felt that he should be promoted to the rank 5-star general in order to win the wars. ഇനി അടുത്ത കുറച്ച് ആൾക്കാർ പറഞ്ഞു, എന്തായാലും ഇദ്ദേഹത്തിനെ ഒരു ആർമിയിലേക്ക് ചേർക്കണം, ആർമിയിൽ 5-star റാങ്ക് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാക്കണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നടത്താൻ പോകുന്ന യുദ്ധങ്ങളൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. However, അങ്ങനെയാണെങ്കിലും ഫാദർ ഗോൺസാഗോ decided to determine whether the man was an angel or not by speaking to him in Latin. ഓക്കെ, അപ്പോൾ ഇത് ഏഞ്ചൽ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രീസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ലാറ്റിൻ ലാംഗ്വേജിൽ സംസാരിച്ച് നോക്കി. ഓക്കെ, ലാറ്റിൻ എന്ന് പറയുന്നത് ദൈവിക ഭാഷയാണെന്നാണ് പറയാം. അപ്പോൾ ആ ലാംഗ്വേജിൽ സംസാരിച്ച് നോക്കി, ലാറ്റിൻ ലാംഗ്വേജ്. അച്ഛനും ഒന്നും മനസ്സിലായിട്ടില്ല, ഓൾഡ് മാനും ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണെന്ന് അവർക്ക് രണ്ടുപേർക്കും പറ്റാത്ത അവസ്ഥയായി. Since the old man with wings did not recognize Latin and looked too human, the priest decided the man could not be an angel. പക്ഷേ ഒരു റിയാക്ഷനും ഇല്ല, ഇത് ഒരു ഏഞ്ചലിനെ പോലെ അല്ല ബിഹേവ് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ഡിക്ലെയർ ചെയ്തു, ഇറ്റ് ഈസ് നോട്ട് ബി ആൻ ഏഞ്ചൽ, ഇതൊരു ഏഞ്ചൽ ആയിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നമ്മുടെ വില്ലേജ് പ്രീസ്റ്റ് ഗോൺസാഗോ ഡിക്ലെയർ ചെയ്തു. Later, Father Gonzaga warned the onlookers that the man was not an angel. Okay, അങ്ങനെ അച്ഛൻ പറഞ്ഞു ഇതൊരു ഏഞ്ചൽ അല്ല. However, the people did not care. The word spread that the old man wings was an angel. പക്ഷെ ജനങ്ങൾ സമ്മതിക്കുമോ? ജനങ്ങൾ തന്നെ ചെയ്തു, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആൾക്കാരും പല രീതിയിൽ അങ്ങോട്ടും പറഞ്ഞു ഇങ്ങോട്ടും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഇതാ ഏഞ്ചൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ സ്പ്രെഡായി. People started coming from all over to Pelayo and Elisenda's house to see the angel. അങ്ങനെ എല്ലായിടത്തും ആൾക്കാർ വണ്ടി പിടിച്ച്, നമ്മുടെ നാട്ടിലും അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എങ്ങനെ ഇത് സഹിച്ചിട്ടാണെങ്കിലും അവിടെ എത്താൻ നോക്കും. ഇതേ അവസ്ഥയിൽ തന്നെ ഏഞ്ചലിനെ കാണാനായിട്ട് പല പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ എത്താൻ തുടങ്ങി. Due to heavy crowd, they built a fence and charged peoples for admission.
അപ്പം നമ്മുടെ പെലായോ എലിസൻ്റെ ഒരു ബുദ്ധി ഇറക്കി, അങ്ങനെ വെറുതെ ആൾക്കാർ വന്ന ഏഞ്ചലിനെ കണ്ടിട്ട് പോകണ്ട, ആ ഏഞ്ചലിനെ കാണാൻ വരുന്ന ആൾക്കാർ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കാണ്ട് പോകണ്ട, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തി. ഓക്കെ, സോ ദ ചാർജ്ഡ് പീപ്പിൾസ് ഫോർ അഡ്മിഷൻ. ഓക്കെ, അഡ്മിഷൻ ചാർജ് ഈടാക്കാനായിട്ട് തുടങ്ങി. ദ ഓൾഡ് മാൻ റിമൈൻ ദർ മോഷൻലെസ് വിത്തൗട്ട് എനി നീഡ്. അങ്ങനെ ആൾക്കാർ അവരൊരു ഫെൻസൊക്കെ പണിത് ആൾക്കാരെ ലൈനിൽ കടത്തിവിടാൻ തുടങ്ങി. വരുന്നവരിൽ നിന്ന് എടുത്തോ പൈസ, കയറിക്കോ, കണ്ടോ എന്നുള്ള രീതിയിലായി. അങ്ങനെ ഇവർ കാണാൻ തുടങ്ങി. പക്ഷെ എന്താണ് പ്രശ്നം? ഈ ഏഞ്ചൽ എന്ന് പറയുന്ന ഈ ഓൾഡ് മാൻ ഒരനക്കവും ഇല്ല. ഇതിങ്ങനെ ചിക്കൻ കൂപ്പിൽ ഇങ്ങനെ കൂടിയിരിപ്പുണ്ട്. ബട്ട് ഹിസ് ഓഡിയൻസ് അറ്റംപ്റ്റ് ടു അലോട്ട് ടു ഗെറ്റ് ഹിം ടു റിയാക്ട്. അങ്ങനെ ആൾക്കാർ കുറേയധികം റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ദേ പ്രൊഡ്യൂസ്ഡ് ഹിം വിത്ത് എ ഹോട്ട് അയൺ പോക്കർ. അത് കമ്പി വെച്ച് കുത്തി നോക്കി ഇതിന് വല്ല അനക്കം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. ദ ഓൾഡ് ഏഞ്ചൽ ഡിഡിൻറ്റ് ലൈക്ക് ദ ആക്ട് ഓഫ് ദ ഓഡിയൻസ്. ഓക്കെ, പക്ഷെ ഇതിന് ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉണ്ടെന്ന് പറയുന്ന ആകപ്പാടെ പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. ഇതുങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് ഇതിനൊരു അനക്കവും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓക്കെ, അതായത് കോഴി ഇതിൻ്റെ ചിറകിൽ നിന്ന് വല്ല ഇൻസെക്ട്സിനൊക്കെ കൊത്തി തിന്നുന്നുണ്ട്, എന്നിട്ടും ഇതിനൊരു അനക്കവും ഇല്ല, ഇതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസ് പല രീതിയിലും ഇതിനോട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇത് ആകപ്പാടെ ഒന്ന് റിയാക്ട് ചെയ്തത് അതിൻ്റെ ചിറകടിച്ചിട്ട് ഒന്ന് എല്ല് ചെയ്തു. എല്ലുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പിറുപിറുക്കുന്ന രീതിയിൽ സ്ട്രേഞ്ച് ലാംഗ്വേജിൽ പിറുപിറുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ലേറ്റർ എ ന്യൂ, അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ന്യൂ കാർണിവൽ ഒരു ഏരിയയിൽ വന്നു. arrived in the town bringing a woman had been changed into a spider. ഓക്കെ, അതിൽ കാർണിവലിൽ കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ ക്രീച്ചർ ആയിരുന്നു ദ സ്പൈഡർ വുമൺ. അപ്പോൾ ഒരു ഡിസൊബീഡിയൻറ്റ് ടുവേർഡ്സ് ഹർ പാരൻസ് ആസ് വെൽ ആസ് ലൈറ്റിംഗ് ബോട്ടിംഗ് ഓഫ് എ ബ്രിംസ്റ്റോം. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്പൈഡർ വുമൺ ആകാൻ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, കാരണവന്മാർ പറഞ്ഞത് കേട്ടില്ല, അനുസരണക്കേട്. രണ്ടാമത്തത് ലൈറ്റ്നിങ് ബോൾട്ടാണ്, അതായത് മിന്നലടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആകാനായിട്ട് കാരണം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ക്രീച്ചർ വന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ദ ഓഡിയൻസ് വാസ് അലൗഡ് ടു ക്വസ്റ്റ്യൻ ഹർ ആൻഡ് ഷീ ടോൾഡ് ദം ദ ഡീറ്റെയിൽസ് ഹൗ ഷീ വാസ് ടേൺ ഇൻ ടു എ ടാറ്റുല ഓൺ വൺ ലൈറ്റ് ഡിസൊബേയിങ് ഹർ പാരൻസ്. അപ്പോൾ ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതിനോട് സംസാരിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇതിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ആരുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞു? ഏഞ്ചലിനോടുള്ള ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് കുറഞ്ഞു. അത് സ്വാഭാവികമാണ്. ആൾക്കാർ ഒരു ജീവിക്ക് ഒരു റെസ്പോൺസും ഇല്ലാണ്ട് കിടക്കുന്ന കാണുന്ന സമയത്ത് അതിനെ ഉപേക്ഷിച്ച് വേറൊരു ഇതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. That made the audience more attracted to her than the old strange man who ignored the people around him. കാരണം ഇത് നമ്മുടെ ഓൾഡ് മാൻ ഇവരെ ശ്രദ്ധിക്കുന്ന പോലുമില്ല, ഇതിങ്ങനെ കൂടി ഇരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ എന്തിലേക്കായി? സ്പൈഡർ വുമണിലേക്കായി. The town people started losing interest in the old man. അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ് പോയി. However, Pelayo and Elisenda were able to build a mansion with the fortune they had gained by charging admission. പക്ഷേ ആരുടെ ലൈഫ് മാറി? പെലായോടെയും എലിസൻ്റെയും ലൈഫ് മാറി. അവർ അഡ്മിഷൻ ഫീസായിട്ട് മേടിച്ചതിൽ നിന്ന് അവർ വലിയൊരു വീടങ്ങ് പണിതു. ആ വീട് എന്ന് പറയുന്നത് ചുറ്റും നെറ്റൊക്കെ കെട്ടി. നെറ്റ് കെട്ടാൻ കാരണം 2 കാരണങ്ങളാണ്. ക്രാബ്സും കയറരുത്, വേറെ ഏഞ്ചൽസും വന്ന് കയറരുത്. അതുകൊണ്ട് അവർ അങ്ങനെ വലിയൊരു മാൻഷൻ ഹൗസ് തന്നെ അവർ പണിതു. ദ ചൈൽഡ് ഗ്രൂ ഓൾഡർ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ചൈൽഡ് കുറച്ച് വലുതായി. ആൾക്കാരുടെ ശ്രദ്ധ ഇവരിൽ നിന്ന് മാറി, ഓൾഡ് മാനിൽ നിന്ന് മാറി. ഹി വാസ് ടോൾഡ് നോട്ട് ടു ഗോ നിയർ ദ ചിക്കൻ കൂപ്പ്. ആ കുട്ടി വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എലിസൻ്റെയും പെലായോ അവരോട് പറഞ്ഞു ഒരു കാര്യം, ഒരു കാരണവശാലും ചിക്കൻ കൂപ്പിൽ പോയി ഈ ഓൾഡ് മാനെ കാണാൻ നിൽക്കരുത്, അതിൻ്റെ അടുത്ത് പോരെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞാൽ അനുസരിക്കുമോ? ഇല്ല. The child didn't obey his parents' commands. Later the child and the old man got chicken box at the same. പക്ഷേ ഈ കുട്ടി എപ്പോഴും ഈ ചിക്കൻ കൂപ്പിൽ ഈ ഓൾഡ് മാൻ്റെ അടുത്ത് തന്നെ നിന്നു. അങ്ങനെ 2 പേർക്കും ചിക്കൻ ബോക്സ് പഠിച്ചു. ടൈം പാസ്ഡ് ആൻഡ് ദ ഓൾഡ് മാൻ ബിക്കേം വീക്ക്. അങ്ങനെ ഓൾഡ് മാൻ വീക്ക് ആകാൻ തുടങ്ങി. When the child's doctor inspected the old man, he found so much whistling in his heart and so many sounds in his kidneys. ഓക്കെ, അപ്പോൾ അങ്ങനെ കുട്ടീനെ നോക്കാൻ വന്ന ഡോക്ടർ ഓൾഡ് മാനെയും കൂടെ ഒന്ന് നോക്കി. അപ്പോൾ അതിൽ ഡോക്ടർ ഫൈൻഡ് ചെയ്ത 2 കാര്യങ്ങളുണ്ട്. വിസിലിംഗ് ഇൻ ഹിസ് ഹേർട്ടിൽ ഒരു വിസിലിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. രണ്ടാമത് സൗണ്ട്സ് ഇൻ ഹിസ് കിഡ്നീസ്. ഓക്കെ, കിഡ്നിയിൽ നിന്ന് ചില സൗണ്ടുകൾ, അപശബ്ദങ്ങളും കേൾക്കുന്നുണ്ടെന്നുള്ളൊരു ഇതിലേക്ക് ഡോക്ടർ എത്തി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ട് പോയി. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്.
ആൻഡ് ദ ഡോക്ടർ ഹി ഫൗണ്ട് ഇമ്പോസിബിൾ ഫോർ ഹിം ടു അലൈവ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇയാൾ ജീവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് പറഞ്ഞു. But he was shocked to find his wings are so natural on that completely human organism. പക്ഷേ ഇദ്ദേഹത്തിന്റെ വിങ്സ് എന്ന് പറയുന്നത് സോ നാച്ചുറൽ ആണ് എന്നുള്ളത് ഇദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. സോ ഇറ്റ്സ് സോ നാച്ചുറൽ ആൻഡ് ദാറ്റ് ഈസ്, അതായത് ഒരു മനുഷ്യന് ചിറകുണ്ടായാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണെന്നാണ് ഡോക്ടർ പറയുന്നത്. Once when the child was school age, the chicken coop collapsed due to sun and rain. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചൈൽഡ് ഗ്രൂ അപ്പായി സ്കൂളിലേക്ക് പോയി. അങ്ങനെ ഒരു ദിവസം ഈ ഇതിനെ ആരും ശ്രദ്ധിക്കാണ്ടായി. അങ്ങനെ ഒരു ദിവസം ഈ ചിക്കൻ കൂപ്പ് തകർന്ന് താഴേക്ക് വീണു. തകർന്ന് വീണതിൻ്റെ കൂടെ നമ്മുടെ ഓൾഡ് മാനും താഴേക്ക് വീണു. ലേറ്റർ ദ ഓൾഡ് മാൻ ബിഗാൻ ടു അപ്പിയർ അറ്റ് പെലായോ ആൻഡ് എലിസൻഡ ഹൗസ്. അങ്ങനെ ഈ വീടിന് ചുറ്റും നടക്കാനായിട്ട് തുടങ്ങി ഓൾഡ് മാൻ. He then moved into the shed and became very ill. അപ്പോൾ അതിലൊരു ഷെഡ്, അവിടെ ഒരു ഷെഡ് ഉണ്ട് വീടിനോട് ചേർന്ന്. ആ ഷെഡിൽ താമസിക്കാൻ തുടങ്ങി. ആൻഡ് ഹി ബിക്കേം വെരി വീക്ക് ആൻഡ് ഇൽ. ഓക്കെ, അസുഖം പിടിച്ച് ആ ഷെഡിൽ കൂനിക്കൂടി മൂടി പൊതിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായി. Yet he survived the entire winter and seemed to improve the health condition with the first sunny days. പക്ഷെ അങ്ങനെ വിന്റർ സീസൺ വന്നു. വിന്റർ സീസൺ വന്നപ്പോൾ പെലായോ അതിനോടൊരു കരുണ തോന്നിയിട്ട് അതിന് പുതയ്ക്കാൻ ഒരു പുതപ്പൊക്കെ കൊടുത്തു. അങ്ങനെ വിന്റർ സീസൺ ഇത് സർപ്രൈസിംഗ്ലി സർവൈവ് ആയി. ഓക്കെ, ഒരു സർവൈവ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തി. He spent several days remaining motionless in the farthest corner of the courtyard. അങ്ങനെ പക്ഷെ എന്നാലും അങ്ങനെ മോഷൻലെസ് ആയിട്ട് അനക്കമില്ലാതെ ആ കോർട്ട്യാർഡിൽ തന്നെ ഇത് കഴിഞ്ഞുകൂട്ടി. At the beginning of December, his wings stiff features began to grow. പക്ഷെ ഡിസംബർ മാസം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിങ്സിൽ പുതിയ ചിറകുകൾ അല്ലെങ്കിൽ പുതിയ ഫെതേഴ്സ് മുളച്ചു പോകുന്ന ഒരിതിലേക്ക് മാറി. One morning while Elisenda was cutting some bunches of onion for the lunch, she felt the breeze through her window. അങ്ങനെ ഒരു ദിവസം എലിസണ്ട ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഒനിയൻ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്തുനിന്ന് ഇങ്ങനെ കാറ്റ് വീശുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അവർ ജനലിൻ്റെ അവിടെ നോക്കി. When she looked out, she caught sight of an old man flying over the house. Okay, കണ്ട കാഴ്ച ഇതായിരുന്നു. നമ്മുടെ ഓൾഡ് മാൻ ഈസ് ഫ്ലൈയിങ് ഓവർ ദ ഹൗസ്. റൗണ്ട് വിറ്റി നടക്കുകയാണ്. His first attempt was clumsy, but eventually he was able to gain altitude and fly away from the Pelayo and her cells. അപ്പോൾ അങ്ങനെ ആദ്യം ട്രൈ ചെയ്തു, പറന്നു പോകാനായിട്ട് നോക്കും, താഴെ വീഴും, പിന്നെയും പറന്നു പോകും, താഴെ വീഴും. അങ്ങനെ പയ്യെ പറന്ന് മേളിലേക്ക് ഉയർന്നു, വീടിന് ചുറ്റും പറന്നു, എന്നിട്ട് പറന്ന് ഈ ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. എലിസണ്ട let out the sigh to relief for herself and for him upon seeing him go. അങ്ങനെ ഇതിങ്ങനെ പറന്ന് പോകുന്ന ഒരു കാഴ്ചയോടെ ഇതിന് പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ പോകല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നില്ല. എലിസണ്ടയ്ക്ക് ഇത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി, ഒരു ശല്യം പോലെയാണ് കാണുന്നത് ഇതിനെ. അതുപോലെ പെലായിക്കോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. She kept looking on at him until he was no longer visible for his eyes. അങ്ങനെ അവളുടെ കാഴ്ചയിൽ നിന്ന് നഷ്ടപ്പെടുന്ന വരെ അവൾ ഇങ്ങനെ നോക്കി നിന്നു. The old man was no longer annoyance to him. അപ്പോൾ ഇതാണ് ഇവരുടെ ചിന്ത, ഇനി ഒരു ശല്യമായി ആരില്ല. The old man is not there. So to her life, this is a story of a very old man with the enormous wings. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ സ്റ്റോറി? നമുക്ക് സ്റ്റോറി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സമ്മറി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോറി പെർഫെക്റ്റ് ആക്കി മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കോഴ്സുകളുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറി പെർഫെക്റ്റ് ആക്കി മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ബൈ.